നാം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു വസ്ത്രങ്ങളിലെ കൗതുകങ്ങൾ. ഒരു സിനിമയിലെ കഥാപാത്രം ഉപയോഗിച്ച ഡ്രസ്സ് മറ്റൊരു സിനിമയിലെ കഥാപാത്രം ഉപയോഗിച്ചതിനെ കുറിച്ചായിരുന്നു നാം ആ വീഡിയോയിൽ സംസാരിച്ചത്. ആ വീഡിയോയിലെ കമന്റുകളും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത രണ്ടാം ഭാഗമാണിത്. ഇതൊരു മിസ്റ്റേക്ക് അല്ല. ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനി ഒരു സിനിമയിൽ ഉപയോഗിച്ച കോസ്റ്റ്യൂംസ് അവരുടെ മറ്റു സിനിമകളിലും ഉപയോഗിക്കും. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് അവരുടെ ഡ്രസ്സുകളും മറ്റു സിനിമകളിൽ ഉപയോഗിക്കും. അത് കാണുമ്പോഴുള്ള ഒരു കൗതുകം മാത്രമാണ് നാം ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. 2005 ഷാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് തൊമ്മനും മക്കളും. മമ്മൂട്ടി, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ആ ചിത്രത്തിലെ ഒരു പ്രസിദ്ധമായ ഗാനരംഗമാണിത്. ആ രംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ് ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റൊരു സിനിമയിലെ നായകൻ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാമാണ് ഈ ഗാനരംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നൽകിയത്. ലാലിന്റെ ലാൽ ക്രിയേഷൻസ് എന്ന അതേ പ്രൊഡക്ഷൻ ഹൗസ് 2002 നിർമ്മിച്ച സിനിമയിൽ ഉപയോഗിച്ച അതേ ഡ്രസ്സായിരുന്നു അത്. ഷാഫി സംവിധാനം ചെയ്ത് ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ കല്യാണരാമൻ എന്ന സിനിമയിൽ കല്യാണരാമനിൽ ദിലീപിന്റെ കഥാപാത്രം ഉപയോഗിച്ച ഡ്രസ്സുകളാണ് തൊമ്മനും മക്കളിലെ ആ ഗാനരംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനായി നൽകിയത്. ഇവിടെ ഏതായിട്ട് എടുക്കുമോ? തീർന്നില്ല. കല്യാണരാമൻ സിനിമയിൽ ഉപയോഗിച്ച അതേ ഡ്രസ്സ് ലാൽ ക്രിയേഷൻസ് മറ്റൊരു സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രംഗത്ത് നവ്യ നായർ ഉപയോഗിച്ച ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ. ഇതേ ഡ്രസ്സ് തന്നെ മറ്റൊരു സിനിമയിലും കാണാം. റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലായിരുന്നു ആ ഡ്രസ്സ് ഉപയോഗിച്ചത്. ചതിക്കാത്ത ചന്തുവിൽ ആ ഡ്രസ്സ് ഉപയോഗിച്ചത് നവ്യ നായരുടെ കൂട്ടുകാരിയായിരുന്നു. സുമേ, നീ പല പ്രാവശ്യം ജീവൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്കറിയാം. ഇനി ഇവിടെ നിന്നാ ലാൽ ക്രിയേഷൻസ് അവരുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ പല സിനിമകളിലായി ഉപയോഗിച്ചതാണ്. ശ്രീജിത്ത്, രാജു, രാധാസ് എന്നിവർ ഇക്കാര്യം ഫസ്റ്റ് പാർട്ടിൽ കമന്റ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു സിനിമകളിലെ ഡ്രസ്സുകൾ തന്റെ സിനിമയിൽ ഉപയോഗിക്കുന്ന പരിപാടി ലാൽ തുടർന്നു പോന്നിരുന്നു. 1986 ഫാസിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് പൂവിന് പുതിയ പൂന്തന്നൽ. അക്കാലത്ത് ഫാസിലിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു സിദ്ദിഖ് ലാൽ. ആ സിനിമയിൽ ഒരു രംഗത്ത് മമ്മൂട്ടി ഉപയോഗിച്ച ഡ്രസ്സായിരുന്നു ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട്. ആ വലിയ മതിലുള്ള മരങ്ങളൊക്കെ ഉള്ള. അയ്യോ, അത് പ്രേതബാധയുള്ള വീടല്ലേ? സിനിമയ്ക്ക് ശേഷം അതേ ഡ്രസ്സ് ലാൽ സ്വന്തമാക്കി. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ റാംജി റാവു സ്പീക്കിംഗ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ വിജയരാഘവന്റെ കഥാപാത്രത്തിന് നൽകിയ കോസ്റ്റ്യൂമിൽ അവർ തൃപ്തരായിരുന്നില്ല. അപ്പോഴാണ് പൂവിന് പുതിയ പൂന്തന്നലിൽ ഉപയോഗിച്ച ഡ്രസ്സുമായി ലാലെത്തുന്നത്. ആ ഡ്രസ്സ് അഴിച്ചാണ് റാംജി റാവുവിന്റെ കഥാപാത്രത്തിന് നൽകുന്നത്. നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്ത. 1997 ഫാസിൽ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രം അനിയത്തിപ്രാവ് റിലീസാകുന്നത്. ആ സിനിമയിലെ പ്രസിദ്ധമായൊരു ഗാനരംഗമാണിത്. കുഞ്ചാക്കോ ബോബൻ ഉപയോഗിച്ച ഈയൊരു ടീഷർട്ട് മറ്റൊരു സിനിമയിലും നമുക്ക് കാണാം. അടുത്ത വർഷം 1998 രാജസേനൻ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിലായിരുന്നു ആ ടീഷർട്ട് ഉപയോഗിച്ചത്. ഈ ഒരു രംഗത്തിൽ യദു കൃഷ്ണന്റെ കഥാപാത്രത്തിനാണ് ആ ടീഷർട്ട് നൽകിയത്. നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടെടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെ. രണ്ടും ഒരേ ടീഷർട്ട് തന്നെയാണ്. ഇന്ദ്രൻസ് ആയിരുന്നു നക്ഷത്ര തിളക്കത്തിന്റെ വസ്ത്രാലങ്കാരം. എന്നാൽ വേലായുധൻ കീഴിലമാണ് അനിയത്തിപ്രാവിന്റെ വസ്ത്രാലങ്കാരവും. ഈ ഒരു സാമ്യം തികച്ചും കോയിൻസിഡൻസ് ആയിരിക്കാം. വേലായുധൻ കീഴിലം കോസ്റ്റ്യൂം ചെയ്ത മറ്റൊരു സിനിമയാണ് 2005 റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത് ദിലീപ്, നവ്യ നായർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ പാണ്ടിപ്പട. ആ സിനിമയിൽ ഈ ഒരു ഗാനരംഗത്ത് നവ്യ നായർ ഉപയോഗിച്ച ഡ്രസ്സ് ഒന്ന് കാണും. ഇതേ ഡ്രസ്സ് മറ്റൊരു ദിലീപ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2007 ജോണി ആന്റണി സംവിധാനം ചെയ്ത ഇൻസ്പെക്ടർ ഗരുഡ് എന്ന സിനിമയിൽ പാണ്ടിപ്പടയിൽ നവ്യ നായർ ഉപയോഗിച്ച ഡ്രസ്സായിരുന്നു ഈ ഒരു ഗാനരംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ഉപയോഗിച്ചത്. 2 സിനിമകളുടെയും വസ്ത്രാലങ്കാരം വേലായുധൻ കീഴിലമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സാമ്യം. 2005 ജോണി ആന്റണി സംവിധാനം ചെയ്ത് ദിലീപ്, കാവ്യ മാധവൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കൊച്ചി രാജാവ്. രംഭയുടെ സുഹൃത്തിനെ സുധീർ ശല്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. നാടല്ലല്ലോ മുഖത്തെ മീശ വെച്ച് നടക്കാൻ. മീശ വച്ചതല്ല, തന്നെ ഉണ്ടായതാ. ആ സിനിമയിൽ ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഇതിനു മുമ്പത്തെ ഒരു സിനിമയിൽ ഒരു നായിക ഉപയോഗിച്ചതാണ്. 2004 ജയസൂര്യ, കാവ്യ മാധവൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഗ്രീറ്റിംഗ്സ് എന്ന സിനിമയിലായിരുന്നു ആ ഡ്രസ്സ് ഉപയോഗിച്ചത്. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ടാ. ഈ ഒരു രംഗത്ത് കാവ്യ മാധവൻ ഉപയോഗിച്ച ഡ്രസ്സായിരുന്നു കൊച്ചി രാജാവിൽ നാം കണ്ടത്. 1992 കമൽ സംവിധാനം ചെയ്ത് മുകേഷ്, മധുബാല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് എന്നോടിഷ്ടം കൂടാമോ. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. ഈ രംഗങ്ങളിൽ മധുബാല ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ് നിങ്ങൾ കണ്ടില്ലേ? ഇതേ ഡ്രസ്സിൽ മറ്റൊരു സിനിമയിലെ ഗാനരംഗത്തിലും നായിക പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജഗദീഷ്, മുകേഷ്, ഉർവശി എന്നിവർ അഭിനയിച്ച് അതേ വർഷം റിലീസ് ചെയ്ത വിജി തമ്പി ചിത്രമായ തിരുത്തൽ വാദിയിലാണ് അതേ ഡ്രസ് ഉപയോഗിച്ചത്.
ആ സിനിമയിൽ ജഗദീഷിന് വേണ്ടി സിദ്ദിഖ് പാടിയ ഈ ഒരു ഗാനരംഗത്തിൽ നായിക ഉപയോഗിച്ചതും അതേ ഡ്രസ്സായിരുന്നു. എന്നോട് ഇഷ്ടം കൂടാമോ, തിരുത്തൽവാദി 2 സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മുദ്ര ആർട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് 2 സിനിമയിലും ഉപയോഗിച്ചതാണ്. 1993 ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളായിരുന്നു മാഫിയയും ഏകലവ്യനും. പോലീസ് വണ്ടിയുടെ നെഞ്ചത്താണോടാ കാലെടുത്ത് വെക്കുന്നത്? ഐ ആം മാധവൻ. ഡു യു സ്മോക്ക്? ഓക്കേ ദെൻ ലെറ്റ്സ് പുഷ് ഓഫ്. ഏകലവ്യൻ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മാധവൻ IPSന്റെ ഇൻട്രോ ഇങ്ങനെയാണ്. ആ ഒരു സീനിൽ സുരേഷ് ഗോപി ഉപയോഗിച്ചിരിക്കുന്ന മഞ്ഞ ടീഷർട്ട് തന്നെ മാഫിയയിലും സുരേഷ് ഗോപി ഉപയോഗിച്ചിട്ടുണ്ട്. മാഫിയ സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റിലാണ് അതേ ടീഷർട്ടിൽ സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ കഴിയുക. അമ്പിളിയായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇക്കാര്യം കമന്റ് ചെയ്തത്. 2003 വിപിൻ സംവിധാനം ചെയ്ത് ദിലീപ്, നവ്യ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് പട്ടണത്തിൽ സുന്ദരൻ. ആ സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനരംഗമാണിത്. ഈ ഗാനരംഗത്തിൽ നവ്യ നായർ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ മറ്റൊരു സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം 2006 IV ശശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, കത്രീന കൈഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന സിനിമയിലായിരുന്നു അത്. ആ സിനിമയിലെ ഈ ഒരു ഗാനരംഗത്തിൽ കത്രീന കൈഫിന് പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ആണ് പട്ടണത്തിൽ സുന്ദരനിലെ ഗാനരംഗത്തിൽ നവ്യ നായർ ഉപയോഗിച്ച 3 കോസ്റ്റ്യൂംസും ഉപയോഗിച്ചത്. ഈ ഒരു സാമ്യത്തിന് കാരണം 2 സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിബർട്ടി ബഷീറാണ്. 2011 ജോഷി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ശരത് കുമാർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആ ചിത്രത്തിൽ ഒരു ഫൈറ്റ് സീനിൽ ബിജു മേനോൻ ധരിച്ചിരിക്കുന്ന ആ ടീഷർട്ട് ശ്രദ്ധിക്കുക. അതേ ടീഷർട്ട് 2009 ഒരു സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. 2009 സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമായ ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിൽ സുരാജാണ് ആ ടീഷർട്ട് ഉപയോഗിച്ചത്. ചേരുന്ന നമ്പർ തന്നെ 9. ഞാൻ ചന്തയിൽ പോകുമ്പോഴേ എല്ലാരും പറയും ദേ 9 വക്കീൽ വരുന്നു, 9 വക്കീൽ വരുന്നില്ല. നീ ഇങ്ങോട്ട് മാറിക്കാം, ഞാൻ ഇപ്പൊ എടുത്തുതരാം. ഒരേ ഡിസൈനിലുള്ള വ്യത്യസ്തമായ ടീഷർട്ടുകളായിരിക്കാം അത്. സൂരജ് ആയിരുന്നു ഇത് കമന്റ് ചെയ്തത്. 2016 വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ഗോകുൽ സുരേഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മുദ്ദുഗൗ. സിനിമയിലെ ഈ രംഗത്തിൽ ഗോകുലിന്റെ കൂട്ടുകാരൻ ധരിച്ചിരിക്കുന്ന ഈ ടീഷർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. 2015 ജോൺ വർഗീസ് സംവിധാനം ചെയ്ത അടി കപ്പ്യാരെ കൂട്ടമണി എന്ന സിനിമയിൽ നീരജ് മാധവ് ഉപയോഗിച്ച അതേ ടീഷർട്ട് തന്നെയാണത്. വിജയ് ബാബു, സാന്ദ്ര തോമസ് ഒരുമിച്ചുള്ള സമയത്ത് ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുമിച്ച് ഷൂട്ട് ചെയ്ത സിനിമകളാണത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരേ കോസ്റ്റ്യൂം 2 സിനിമയിലും വന്നത്. 2 സിനിമയിലും ഒരേ കഥാപാത്രങ്ങളും ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ 5ഓളം വീഡിയോസ് നാം ചെയ്തിട്ടുണ്ട്, കാണുമല്ലോ. ലേഖ സോമനാഥ് ആയിരുന്നു ഈ കാര്യം കമന്റ് ചെയ്തത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി 2023 റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. ആ സിനിമയിൽ വളരെ ഇമോഷൻസ് നിറഞ്ഞ ഒരു രംഗമാണിത്. കോർട്ടിന് റസീത് വരാൻ തുടങ്ങിയപ്പോഴും മനസ്സിലായി സാറേ, സ്നേഹം എന്താണ്. അവരുടെ ഉദവിക്ക് രാകേഷ് വന്ന പേസി. ഈ സീനിൽ ആ സ്ത്രീക്ക് പിന്നിൽ നിൽക്കുന്നയാളുടെ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചോ? 2022 LJP ചിത്രമായ നൻപകൽ നേരത്ത് മയക്കത്തിൽ മമ്മൂട്ടി ഉപയോഗിച്ച കോസ്റ്റ്യൂം തന്നെയാണത്. മമ്മൂട്ടി കമ്പനിയാണ് 2 സിനിമയുടെയും പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ പഴയ സിനിമയിൽ ഉപയോഗിച്ച അതേ കോസ്റ്റ്യൂം ഈ സിനിമയിലും ഉപയോഗിച്ചതാവാം. ഇതുപോലെ രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. രസികൻ, CID മൂസ, കാർണിവൽ, വരവേൽപ്പ്, ധ്രുവം, ഒപ്പം സഹോദരൻ സഹദേവൻ എന്നീ സിനിമകളിലെ കോസ്റ്റ്യൂമിലെ കൗതുകങ്ങളെ കുറിച്ചായിരുന്നു ആദ്യ പാർട്ടിൽ സംസാരിച്ചത്. കാണാത്തവർ ഫസ്റ്റ് കമന്റ് നോക്കുമല്ലോ. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.